സ്വാമി സവിധത്തിലേക്ക് സ്വാഗതം. അയ്യപ്പ മഹാത്മ്യങ്ങൾ വർണ്ണിക്കുന്ന ഈ പരിപാടിയിൽ അതിഥികളായി പലരും എത്തിയിട്ടുണ്ട്. ഈ അധ്യായത്തിൻ്റെ പ്രത്യേകത ആദ്യമായാണ് ഒരു സ്ത്രീ സാന്നിധ്യം. കൃഷ്ണപ്രഭ, അഭിനേത്രി, ഗായിക, നർത്തകി. കൃഷ്ണപ്രഭ എന്തുകൊണ്ട് ഈ പരിപാടിയിൽ അതിഥിയായി എത്തി എന്നതിനൊരു പ്രത്യേകതയുണ്ട്. കൃഷ്ണ ചെറിയ കുട്ടിയായിരിക്കെ 3 തവണ ശബരിമല കയറുവാൻ ഭാഗ്യമുണ്ടായിട്ടുള്ള കുട്ടിയാണ് അല്ലേ? ചെറുപ്പത്തിൽ 1-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ 1-ാം ക്ലാസ്സിൽ, 2-ാം ക്ലാസ്സിൽ, 3-ാം ക്ലാസ്സിൽ അതൊരു വലിയ കാര്യം. പലപ്പോഴും കുട്ടികൾക്ക് 1 തവണയൊക്കെ പോകാൻ പറ്റും. അത് 3 തവണ പോയി എന്നതൊരു വലിയ കാര്യം. അത് ഒരു പ്രധാന കാരണം അച്ഛനാണ്. അച്ഛൻ്റെ അച്ഛൻ എല്ലാ വർഷവും എൻ്റെ അച്ഛൻ്റെ വീട് പാലായിലാണ്. പാലായിൽ അന്തിനാട് ശിവക്ഷേത്രത്തിൻ്റെ തൊട്ടുപുറയിലായിട്ടാണ് വീട്. അച്ഛനൊക്കെ മുടങ്ങാതെ മരണം വരെ എല്ലാ വർഷവും പോയിരുന്നാണ്. അവിടെ 18 വർഷം കഴിഞ്ഞ് ഗുരുസ്വാമിമാരാവും. അവിടെ തെങ്ങിൻ തൈ വെക്കും. അപ്പം അച്ഛനൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ പലയിൽ പോകുമ്പോൾ വെക്കേഷനൊക്കെ പോയിരിക്കുമ്പോൾ ആൽബംസൊക്കെ നോക്കുമ്പോൾ അച്ഛനൊക്കെ പണ്ടത്തെ ശബരിമലയല്ലേ, ഇപ്പോഴത്തെ ശബരിമല അല്ല, പണ്ടത്തെ ശബരിമലയിൽ പോയി നിന്നിട്ടുള്ള ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ വലിയ താടിയൊക്കെ കൊടുത്തിട്ടൊക്കെ, ചെറിയ പയ്യനായിട്ട് വലിയ താടിയൊക്കെ കൊടുത്തിട്ടൊക്കെ ഉള്ള ഫോട്ടോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ അച്ഛനും വളരെ നിർബന്ധമായിരുന്നു ശബരിമലയിൽ പോകണം എന്നുള്ളത്. നമ്മൾ ആ ഒരു സിസ്റ്റത്തിൽ വളർന്നു വന്ന് ഇതാണ്. എൻ്റെ ചേട്ടനും ഇപ്പോഴും മുടങ്ങാതെ പോകും. അതെ 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 പിന്നെ അതെ അതെ അമ്മയൊക്കെ എപ്പോഴും പറയും. അച്ഛൻ്റെ വീട് പാലയിലാണെന്ന് പറഞ്ഞോളൂ, അമ്മ തൊടുപുഴയാണ്. പക്ഷെ അച്ഛൻ അച്ചംടിയിൽ എഞ്ചിനീയർ ആയിരുന്നു, കളമശ്ശേരിയിൽ. അപ്പം അങ്ങനെ അമ്മയുടെ 17ാമത്തെ വയസ്സിലാണ് അമ്മ എറണാകുളത്ത് വരുന്നത്. ഇവിടെ അച്ഛൻ്റെ കൂടെ വന്നു. ഇവിടെ ക്വാർട്ടേഴ്സ് അമ്പലമുണ്ട്, HMT ക്വാർട്ടേഴ്സിൽ ഇവർ ഒത്തിരി കാലം താമസിച്ചിരുന്നു. അപ്പോൾ അവിടെ ക്വാർട്ടേഴ്സ് അമ്പലം എന്നാണ് പറയുന്നത്. അയ്യപ്പസ്വാമിയാണ് പ്രതിഷ്ഠ. ക്വാർട്ടേഴ്സ് അമ്പലം എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ, ഇപ്പോഴും ഉണ്ട്. അന്ന് ചെറിയ അമ്പലമായിരുന്നു. അവിടെ ജയവിജയന്മാരുടെ ഭക്തിഗാനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അമ്മ ഇങ്ങനെ ഇപ്പോഴും പറയും, ഞാനിങ്ങനെ മണ്ഡലകാലത്തൊക്കെ അമ്മ എന്നെയും ചേട്ടനെയൊക്കെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തൊക്കെ അവിടെ പോയിരുന്നിട്ട് ഇങ്ങനെ അതെ 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 ഇവർ രണ്ടുപേരും കൂടെ പറഞ്ഞു അത് കേൾക്കേണ്ടതാണ്. ഇപ്പോഴും ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഞങ്ങൾ CD പാട്ട് കേട്ടോണ്ടാണ് പോകുന്നത്. ഇപ്പോൾ യൂട്യൂബ് മ്യൂസിക്കിലൊക്കെ ഉണ്ടല്ലോ. അപ്പം അമ്മയുണ്ട് പറയും, മണ്ഡലകാലത്ത് ഇങ്ങനെ അവിടെ ഇങ്ങനെ പ്രോഗ്രാമിന് പോയിരുന്ന് കണ്ടതും ഒക്കെ അമ്മയ്ക്ക് വലിയൊരു ഓർമ്മയാണ് അതൊക്കെ. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസമാണ് അവിടെ കെട്ടുനിറയോട് ഒപ്പമാണ് ഈ ഇവരുടെ പ്രോഗ്രാം. അത് കഴിഞ്ഞ് കാരണം ഉറങ്ങാതെ ഇരിക്കണമല്ലോ. എന്നിട്ട് വെളുപ്പിന് ഇവർ പോകും. അപ്പോൾ ഒരു ബസ്സാണ്, ചില സമയത്ത് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ എന്നിട്ട് ഒരു ബസ് നിറച്ചാണ് ഇവിടുന്ന് കളമശ്ശേരി ഈ കോട്ടയം അമ്പലത്തിൽ നിന്ന് പോകുന്നത്. അപ്പോൾ ആ ബസ്സിലുള്ളവർക്ക് മൊത്തം നമ്മുടെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം. എൻ്റെ അമ്മ പറയും അവർക്ക് എല്ലാവർക്കും ഇഡലി, സാമ്പാർ എല്ലാം ഭയങ്കര എക്സ്പേർട്ടായിരുന്നു ഇതുപോലെ ഭക്ഷണം. 90കളിലൊക്കെ ഒട്ടുമിക്ക വീടുകളിലും ശബരിമല തീർത്ഥാടനത്തിന് ഇത്തരം ഒരുക്കങ്ങളും ഒരുപാട് പേര് വരുന്നു, കെട്ടിനിറയ്ക്കുന്നു, ഭക്ഷണം നൽകുന്നു, ഒന്നിച്ച്. അത് എപ്പോഴും അമ്മ ഇപ്പൊ നമ്മള് ഞാനും അമ്മയും ചേട്ടനും, അച്ഛൻ മരിച്ചു, ഇപ്പൊ ഞാനും അമ്മയും ചേട്ടനും അല്ലേ ഉള്ളൂ. അപ്പൊ ചേട്ടനെങ്കിൽ ഇപ്പൊ ചങ്ങനാശ്ശേരിയിലാണ്. അപ്പൊ അമ്മ വീട്ടില് വെറുതെ ഞാനും അമ്മയും മാത്രം ഇരിക്കുമ്പോൾ 2 ഇഡലി ഉണ്ടാകുമ്പോൾ അമ്മ പറയും ഇതൊക്കെ എന്ത് ബസ് നിറച്ച ആൾക്കാർക്കൊന്ന് ഭക്ഷണം. കൃഷ്ണ അതിഥിയായിട്ടിതിലെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ. ഇനി മറ്റൊരു പ്രധാന പ്രത്യേകതയുണ്ട്. അയ്യപ്പ ഭക്തിഗാനങ്ങളുടെ ആൽബങ്ങൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിൽ കൂടുതലും പുരുഷന്മാർ പാടി അഭിനയിച്ചിട്ടുള്ള പാട്ടുകളായിരിക്കാം. കൃഷ്ണ ഒരു പാട്ട്, അയ്യപ്പ ഭക്തിഗാനം പാടി കൃഷ്ണ പ്രധാന വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരു അയ്യപ്പ ഭക്തിഗാന ആൽബം താരകം എന്നൊരു ആൽബം ഉണ്ട്. വലിയൊരു ഓർമ്മയാണ്. കാരണം ശബരിമലയിൽ സ്ത്രീകൾ പോകുന്നതിനെ കുറിച്ചുള്ള പല ചർച്ചകളും വിവാദങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എന്നെനിക്കേകും അയ്യ പുണ്യമാം പൊന്മല ഏറുവാനുള്ള ഭാഗ്യം അന്നോളം എൻ അകതാരിൽ മുഴക്കിടാം സങ്കല്പയാത്രതൻ ശംഖനാഥം എന്ന് പാടി തുടങ്ങിയിട്ടാണ് ആൽബത്തിലെ അല്ലേ കൃഷ്ണ അഭിനയിച്ചിരിക്കുന്നത്, അപ്പിയർ ചെയ്തിരിക്കുന്നതൊക്കെ. താരകം എന്ന ആൽബത്തിന്റെ ഓർമ്മ പങ്കുവെക്കണം. അതിനു മുമ്പ് അതിലൊരു 4 വരി പാടിയിട്ടുണ്ടാവും. 2 വരി പാടാതിന്റെ. സ്വാമിയെ ധ്യാനിച്ച് സങ്കീർത്തനങ്ങളാൽ സാദരം പാടുന്ന നേരം സാമവേദപ്രിയൻ കാരുണ്യമൂർത്തി നാവിൽ നിറയ്ക്കുന്നു പുണ്യം. സ്വാമിയെ ധ്യാനിച്ചു സങ്കീർത്തനങ്ങളാൽ സാദരം പാടുന്ന നേരം. ഈ പാട്ടില് കൃഷ്ണ അപ്പിയർ ചെയ്തിരിക്കുന്നത് പല
പ്രായ വ്യത്യാസം. ഒരു പക്ഷെ വേറെ ഏതെങ്കിലും വർക്കുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എന്റെ ആദ്യത്തെ അനുഭവമാണ്. ഞാൻ ഇപ്പൊ നമ്മളുടെ ഈ പ്രോഗ്രാമിന് വരുമ്പോ അതിന് മുന്നേ ഞാൻ ആ വീഡിയോ ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കി. അപ്പോൾ ശരിക്കും നല്ലൊരു ഒരു തീം വളരെ ഭയങ്കര ആപ്റ്റ് ആയിട്ടുള്ള ഒരു തീമാണ്. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു നല്ല ടച്ച് ചെയ്ത ഒരു ഇതാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ മലയ്ക്ക് പോയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് 60 വയസ്സ് കഴിയണം അല്ലേ? അപ്പോൾ ആ ഒരു ഞാൻ പോയിട്ടുള്ള ആളും കൂടി ആയതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് എൻ്റെ ഒരു പേഴ്സണൽ കാര്യമായിട്ടാണ് എനിക്ക് കാത്തിരിപ്പ് പ്രാർത്ഥനയോടെയാണ്, അല്ലാതെ പരിഭവത്തോടെയല്ല. അതെ, ആ ക്യാരക്ടറിൽ ഒരു പക്ഷെ അവര് ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു പിന്നീട് ആഗ്രഹത്തോട് അപ്പൊ അവരുടെ വീട്ടിലുള്ള കുട്ടികളൊക്കെ അതിങ്ങനെ ഒരു റൗണ്ടാണ്, ഒരു സർക്കിളാണ് അത്. അതെ അതെ. അതിനുശേഷം അവരാ പ്രായം എത്തുമ്പോൾ മലയ്ക്ക് പോകുന്നതിലാണ് ആൽബം പൂർത്തിയാവുന്നത്. അതെ അതെ അതെ. ഞാൻ പടിവാതിൽ നോക്കി നിന്ന പോലെ എന്റെ മോളാണ് നോക്കിയിരിക്കുന്നത്. അപ്പൊ അതിലെ ഒരു കുറച്ച് വരികൾ കൂടെ ഒന്ന് പാടണം. മാനസവീണയിൽ മന്ത്രസ്വരം മീട്ടി മാളികമേവുന്നൊരമ്മ തൂമഞ്ഞളാടുമ സന്നിധി പോകുവാൻ നാളുകളെണ്ണുന്നു ഞാനും. സ്വാമിയെ ധ്യാനിച്ചു സങ്കീർത്തനങ്ങളാൽ സാദരം പാടുന്ന നേരം സാമവേദ പ്രിയൻ കാരുണ്യമൂർത്തി എന്നാവിൽ നിറയ്ക്കുന്നു പുണ്യം. ഈ പാട്ടിന്റെ രചന, സംവിധാനം, എന്നെ ഇതിലേക്ക് ക്ഷണിക്കുന്നതും എല്ലാം ഹരിചേട്ടൻ തന്നെയാണ്. മലയാളത്തില് അയ്യപ്പ ഭക്തിഗാനങ്ങൾക്ക് സ്ത്രീ ശബ്ദം പകർന്നിട്ടുള്ളത് വേറെയും പലതുമുണ്ട്. അപൂർവമാണ്, എന്നാലും അതിൽ ഏറ്റവും പ്രശസ്തമാണ് തേടി വരും കണ്ണുകൾ. കുട്ടികൾ മലയ്ക്ക് പോകുമ്പോൾ അവരുടെ മനസ്സിലേക്ക് എപ്പോഴും ഓടിയെത്തുന്ന, കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. ചെറുപ്പം മുതൽ കേട്ടിട്ടുള്ള പാട്ട് തന്നെയായിരിക്കും. പിന്നെ എത്രയോ തവണ കേട്ടിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ജനിച്ചത് വളർന്നതെല്ലാം തൃക്കാക്കര അമ്പലത്തിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലാണ്. ഈ HMT ക്വാർട്ടേഴ്സിൽ, അവിടെയുള്ള ക്വാർട്ടേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഇവിടെ വീട് പണിയാണ് ചെയ്തത്. അപ്പോൾ അമ്പലത്തിന്റെ തൊട്ടടുത്താണ് വീട് ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ അമ്പലത്തിൽ നിന്ന് പാട്ടുകൾ കേൾക്കാം. അപ്പം മണ്ഡലകാലം ആയാൽ ഈ പാട്ടുകളാണ് കേൾക്കുന്നത്. ഒരുപാട് ഇപ്പോൾ പാട്ടുകൾ നമുക്ക് ഒരുപാട് ഇഷ്ടം. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷത്രം, ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു അപ്പൊ അതിൻ്റെ ഇടയിലാണ് ഈ പാട്ട് വരുന്നത്. തേടി വരും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി, തിരുവിളക്കിൻ കതിരുളിയിൽ കുടിയിരിക്കും സ്വാമി, വാടി വീഴും പൂവുകളെ തുയിലുണർത്തും സ്വാമി, വെള്ളിമണി ശ്രീകോവിലിൽ വാണരുളും സ്വാമി, അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി. പൊതുവെ കൃഷ്ണ, ജീവിതത്തിൽ ഭക്തിക്ക്, സ്പിരിച്വാലിറ്റിക്ക് ഉറപ്പായും പ്രാധാന്യമുണ്ട് അല്ലേ? ശബരിമലയുടെ വിശേഷങ്ങൾ പറഞ്ഞു. മറ്റൊട്ടുമിക്ക അമ്പലങ്ങളും സ്വന്തമായിട്ട് വാഹനം ഓടിച്ച് ദൂരെ വരെ പോകുന്ന ആളെന്നൊക്കെ അറിയാം. ഒന്ന് പറയണം, തിരുപ്പതി ഏതൊക്കെയാണ് പ്രധാനമായിട്ട് സന്ദർശിക്കുന്നത്? എല്ലാ വർഷവും തിരുപ്പതി യാത്ര മസ്റ്റാണ്. അമ്മ എല്ലാ വർഷവും, ഇപ്പോൾ ഒരു 7-8 കൊല്ലമായിട്ട് എല്ലാ വർഷവും മുടി മൊട്ടയടിക്കും തുടർച്ചയായിട്ട്. അത് ഏകദേശം ഒരു ഫെബ്രുവരി മാർച്ച് മാസം. അമ്മയുടെ പിറന്നാൾ ഫെബ്രുവരി 9-ാം തീയതി. അപ്പോൾ ഞങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്താണ് പോകുന്നത്. ചിലപ്പോൾ ചില വർഷങ്ങളിൽ ആ ഡേറ്റ് ഓഫ് ബർത്തിന് തന്നെ അല്ലെങ്കിൽ നാളിൻ്റെ തന്നെ പോകാൻ പറ്റാറുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാർച്ച് ഏപ്രിലൊക്കെ ആവാണ്. പക്ഷെ എന്നാലും എല്ലാ വർഷവും അമ്മ മുടി മൊട്ടയിടിക്കും. തിരുപ്പതിയിൽ തന്നെ ഡ്രൈവ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. ഗുരുവായൂരല്ല, മാസം അവിടെ അറ്റൻഡൻസ് വെക്കും. പിന്നെ അങ്ങനെ എല്ലാ വർഷം നമുക്ക് മൂകാംബിക പോകും. പിന്നെ ചിദംബരം, എനിക്ക് ഡാൻസിന്റെ ഇതുകൊണ്ടുള്ള 3 മാസം കൂടുമ്പോൾ ചിദംബരത്ത് പോകും. അതൊരു ചിട്ടയായി മാറി. പഴനിയിൽ ഞാൻ 1-2 തവണ പോയിട്ടുണ്ട്. അല്ലാതെ ഞങ്ങൾ ഇങ്ങനെ ചിട്ടയായിട്ട് ഉണ്ട്. അതെ അതെ. ശബരിമല തീർത്ഥാടന കാലത്ത് കെട്ടുനിറയുടെ ഓർമ്മകളൊക്കെ ഉണ്ടോ? എൻ്റെ ഓർമ്മയിലുള്ളതെല്ലാം തൃക്കാക്കര അമ്പലത്തിന്റെ അവിടെ ഉണ്ടായിരുന്ന കെട്ടുനിറകളും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ക്വാർട്ടേഴ്സ് അമ്പലത്തിൽ അന്ന് ഞാൻ കുഞ്ഞുകുട്ടി ജനിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് വേറൊരു വീട്ടിലേക്ക് മാറിയപ്പോഴാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ എന്നാലും എനിക്ക് അമ്പലമൊക്കെ പിന്നീട് വന്നിട്ട് തൊഴുതിട്ടൊക്കെ ഉള്ള ഒരു ഓർമ്മയൊക്കെ ഉണ്ട്. അതല്ലാതെ നമ്മൾ കുറച്ചൊന്ന് മുതിർന്നു കഴിയുമ്പോൾ ഈ തൃക്കാക്കര അമ്പലത്തിൻ്റെ അടുത്തേക്കായിരുന്നു. അവിടെ എപ്പോഴും ശാസ്താംപാട്ട്, പല ദേശങ്ങൾ പല പേരുകളാണ് പറയുന്നത്. ചിലർ ദാഹം വയ്പ്പ് പറയും, അയ്യപ്പൻ പാട്ട്, ശാസ്താംപാട്ട്, ചിന്തുപാട്ട് എന്ന് പറയും.
ഉടുക്കൂട്ട് പാടും. അതിൻ്റെ ഉടുക്ക് തന്നെ ഒരു നല്ല താളം, നമുക്ക് എത്ര താളബോധം ഒരു ഇല്ലാത്ത ആളോ അല്ലെങ്കിൽ അതൊരു ഒരു പാട്ടിനോടൊരു ആർക്കും ഇല്ല അങ്ങനെ ഇഷ്ടക്കുറവ് എങ്കിൽ പോലും ഒന്നുകൂടെ നമുക്കൊരു ഉത്തേജനമാണല്ലേ, ഒരു ചിന്തിൻ്റെ ഒരു ഇത്. അപ്പം അതൊക്കെയാണ് എനിക്കൊരു ഓർമ്മയുള്ളത്. അവിടെ പാട്ട് പഠിപ്പിക്കുന്ന ഒരു വീടുണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്. അപ്പോൾ അവർ പ്രാക്ടീസ് വൃശ്ചിക മാസമൊക്കെ ആകുമ്പോഴത്തേനും ഗംഭീര പ്രാക്ടീസാണ്. ഇപ്പോൾ പിള്ളേർ കോളേജിലുള്ള കുട്ടികളൊക്കെ അവിടെ ഒന്ന് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടാണ് നമുക്ക് ആ ഒരു ഓർമ്മയാണുള്ളത്. തൃക്കാക്കര അമ്പലത്തിലാണ്, അവിടെ നിന്നാണ് കെട്ടുകറച്ച് പിന്നീട് ഞാനും ചേട്ടനും അച്ഛനും ഒക്കെ അങ്ങനെ ഞാൻ 3 തവണയാണ് പോയിട്ടുള്ളത്. അതിൽ 2 തവണയും തൃക്കാക്കര അമ്പലത്തിൽ നിന്നാണ് പോയിട്ടുള്ളത്. എൻ്റെ ആദ്യത്തെ മലയ്ക്ക് പോക്ക് ഇവിടെ ശ്രീരാമകൃഷ്ണ ആശ്രമം. അച്ഛൻ കുറച്ച് ഇടക്കാലത്ത് അച്ഛന് ജ്യോത്സ്യമായിട്ട് കുറച്ച് കമ്പമൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ അങ്ങനെ പഠിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ശ്രീരാമകൃഷ്ണ അവിടെയാണ് പഠിച്ചതും ഒക്കെ. അപ്പോൾ അവിടെ നിന്ന് ഒരു ടീം മലയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു തവണ ഞാൻ അവരുടെ കൂട്ടത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കി 2 തവണയും തൃക്കാക്കര അമ്പലത്തിൽ നിന്ന് കെട്ടുകറച്ചാണ് പോയിരുന്നത്. അത് നല്ല അനുഭവമായിരുന്നു. കാരണം ഒരു ഉത്സവമാണ്. ഞാൻ എൻ്റെ പ്രായത്തിലുള്ള കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് ഇതൊരു പുതിയ അറിവല്ലേ. പിന്നെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള കഥകളും കാര്യങ്ങളൊക്കെയാണ് അറിയുക. അപ്പോൾ ഇതൊന്ന് നേരിട്ട് പോയി കാണുക. അപ്പോൾ എൻ്റെ പണ്ടത്തെ ഒരു ധാരണയിൽ നമ്മൾ അയ്യപ്പൻ പുലിപ്പുറത്താണല്ലോ, ശബരിമല പോകുമ്പോൾ പുലിനെയൊക്കെ കാണാം എന്നുള്ളൊരു ഓർമ്മയായിരുന്നു. ഇപ്പോഴും ഓരോ തീർത്ഥാടന കാലത്തും പരിചയത്തിലുള്ള മറ്റുള്ളവർ മലയ്ക്ക് പോകുമ്പോൾ പ്രാർത്ഥന അറിയിക്കാറുണ്ട് അല്ലേ, വഴിപാടുകൾ കൊടുത്തയക്കുക. പിന്നെ എന്റെ ചേട്ടൻ എല്ലാ വർഷവും പോകും. പിന്നെ ഇപ്പൊ ഈ വർഷം പോകുന്നുണ്ട്. എന്തായാലും അയ്യപ്പനെ കാണുവാനുള്ള സമയം ആഗ്രഹമാകുമ്പോൾ ഏറ്റവും ഭക്തിപൂർവ്വം. വേറൊരു കാര്യം കൂടി ഉണ്ട്. ചെറുതിലെ പോയ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഈ അടുത്ത് എനിക്ക് അച്ചൻകോവിൽ പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അത് ഞാനൊരു ഷൂട്ട് റിലേറ്റഡ് ആയിട്ട് പോയപ്പോൾ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ ചുമ്മാ ഒരു ഡ്രൈവ് പോയതാണ്. ഞാനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെ പോയപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ നമ്മൾ ഈ കാട് ക്രോസ് ചെയ്ത് അങ്ങേറ്റത് എത്തുന്നു അച്ചൻകോവിൽ അമ്പലം. അപ്പോൾ അവിടെ പോയപ്പോൾ രാമകൃഷ്ണ ആശ്രമത്തിൽ നിന്ന് ഞങ്ങൾ അന്ന് പോയി എന്ന് ഞാൻ പറഞ്ഞില്ലേ ചെറുതിൽ, ഞങ്ങൾ അവിടെയായിരുന്നു ഉച്ചയ്ക്ക് അമ്പലത്തിൻ്റെ പരിസരത്തിൽ നിന്നാണ് ഫുഡ് കഴിച്ചതൊക്കെ. അപ്പോൾ അന്ന് എനിക്ക് ആ ഒരു ഓർമ്മ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ഇപ്പോൾ അമ്പലമൊക്കെ കുറേ കൂടെ വലുതായി. ഈ അടുത്ത് അങ്ങനെ പോകാനുള്ളൊരു ഭാഗ്യം കൂടെ ഉണ്ടായി എന്ന് പറയാം. ഒരുപാട് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ സാധിക്കട്ടെ. വളരെ സന്തോഷം കൃഷ്ണ, വളരെ സന്തോഷം. സ്വാമി സവിധം ഇന്നിവിടെ പൂർണ്ണമാകുന്നു. അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. സ്വാമി ശരണം.